കുഞ്ഞാപ്പോ എന്താ കുമ്പിട്ട് കാട്ടണ്? കുമ്പിട്ട് കാട്ടണൊക്കെ മനസ്സിലാവണില്ല. ഞാൻ എന്റെ പജ്ജിക്ക് പള്ളിപ്പുല്ല് പറിക്കടാ. അല്ല, പുതിയ കുപ്പായം വെള്ള തുണിയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും പറയണ്ട, അതൊക്കെ ഒരു കഥയാണ് മോനെ. എന്താണ് ആ കഥ എന്ന് പറയോ? അമ്മായി പോയ ദിവസം പിന്നെ പോയിട്ടില്ല. മൂത്തമ്മി ഉറക്കാത്തൊക്കെ വന്നിന് പരയില്. അപ്പൊ ഓര് പറഞ്ഞ് അമ്മായിന്റെ അടുക്ക് ഓര് പോയിന്നത്രേ. ഒരു 2 കുറി പോയത് എന്നോട് പറയാന്. അപ്പൊ പറഞ്ഞ് ഉറക്കാത്ത പറയാ അമ്മായിനോടെ പോയപ്പോ ആദ്യം പോയപ്പോ പൊറാട്ടി അച്ഛൻ കൊടുത്തത്ര. ആദ്യം പോയപ്പോ പിന്നെ ഇപ്പൊ ഒരു കുറി കൂടിയും പോയപ്പോള് മാമന് വേഗം ചെന്നിട്ട് പിന്നെ ഇറച്ചി പൊറാട്ടിയൊക്കെ കൊടുത്തത്രേ. അപ്പൊ ഞാൻ അമ്മാടെ അറിയുമ്പോ ഞമ്മക്കൊന്ന് പോയി വെക്കാം. ഞാൻ അത് കിട്ടിച്ചിട്ടാണ് പറയുമ്പോട്ടാതെന്താടാ എന്റെ ഒരു നീറില് ഇറച്ചി പൊറാട്ടി കായില്ലെങ്കിൽ നമുക്ക് മേടിക്കാലോ. അപ്പൊ ഞാൻ പറയാം അതല്ലാന്ന് അമ്മായിനൊക്കെ കണ്ടിട്ട് കൊറേ ആയില്ലേ, എന്നാലും അമ്മായി വന്ന് പോയതല്ലേ, അപ്പൊ നമുക്ക് വന്ന് കണ്ടിട്ട് കണ്ടിയിലൊക്കെ കൂടിയല്ലേ. അപ്പൊ ഞാൻ പറയാം നമുക്ക് പോവാന്ന്, എന്തായാലും ഇറച്ചി പൊറാട്ടിയും തിന്നാറിഞ്ഞു. അപ്പൊ ഉമ്മ കൊറേ പറഞ്ഞു ഇസറ് മുളിയാത്തോനെ നാണമാണില്ലാത്തോനെ പൊറാട്ടി ഇറച്ചി തിന്നാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോണടാ. എന്നിട്ട് ഇമ്മ അങ്ങനെ ഇങ്ങനെ ഇനി പറയാത്തല്ല എന്നോട് പറയാൻ ഇനി പറയാത്തല്ലട്ടാ. എന്നിട്ടുണ്ട് ഇമ്മ അങ്ങോട്ട് ഔത്തേക്ക് പോയിട്ട് അറിയാം ഞാൻ അപ്പൊ മാറ്റിക്കൂട് ആറ്റിക്കൂടെ കുഞ്ഞാപ്പ എന്നാ നമുക്ക് പോയേക്കാം. ഇറച്ചി പൊറാട്ടി ഇനി അവിടുന്ന് തിന്നാലോ. ഇറച്ചി പൊറാട്ടി തിന്നും ചെയ്യാ, ചോറും കഴിക്കാം, വൈകുന്നേരം പോരാ. ഇനി ഓരോ അധികം തൽക്കാരിക്കാണെങ്കിൽ നമുക്ക് അന്നവിടെ നിൽക്കും ചെയ്യാറ്. അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് നബിസാത്താടക്ക് പോകണ്ടേ അറിയാം. നബിസാത്താടോട് പിന്നെയും പണിയെടുക്കാലോ, നമുക്ക് അമ്മായിയോടെ പോവും ചെയ്യാ, വീട് അവിടെയും ചെയ്യാ. മൂത്തുമൊക്കെ പോയപ്പോ ഇറച്ചി പൊറാട്ടി കൊടുത്തതല്ലേ. അപ്പൊ ഞങ്ങള് മോനെ പോയി. എന്നോട് പറയാ അവിടെ മാമ ഉണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. അമ്മായിയാ എപ്പഴാ വന്ന് കുഞ്ഞാപ്പ് കയറി ഇരിക്കുന്ന പറഞ്ഞു. എന്നിട്ട് മോനെ ഞാൻ ഇപ്പൊ വരും ഇറച്ചും പൊറാട്ടൊക്കെ വിചാരിക്കുന്നുണ്ട്. അമ്മായി അറിഞ്ഞു മരിയോളോട് ഏടിയേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക പറഞ്ഞു. ഞാൻ ജ്യൂസൊക്കെ എന്നോട് പറയാം വയറ്റാങ്ങൊക്കെ അവിടെ ഉണ്ട്, വയറ്റാങ്ങുണ്ട് അവിടെ തൂങ്ങി നിൽക്കണു കൊണ്ടു വെച്ചിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഒത്തുക്ക് പോയപ്പോ ഉമ്മ നമുക്കിപ്പോ ജ്യൂസ് കൊണ്ടുവരുട്ടാന്ന്. ഉമ്മ പറയാം എന്റെ യാത്രാന്റെ ചിന്തിക്കൊണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട, നല്ല ഇതിന് നിന്നോണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ അമ്മ നമുക്ക് ജ്യൂസ് കുടിക്കാം. ഞാൻ അമ്മയുടെ ഉമ്മ നിങ്ങള് ഫുള്ളും കുടിക്കരുത് ബാക്കിക്കും തരണട്ടായിരുന്നു. ആയിക്കോട്ടെ അറിഞ്ഞു. അങ്ങനെ എന്നോട് പറയാ ഓരുണ്ട് നാരങ്ങ വളം കലക്കി കൊടുക്കണ്. കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഉപ്പിന്റെ ഇത് ഒരു ഉപ്പിന്റെ ഇത് അല്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ചിലപ്പോ ചായ അടിച്ചിട്ട് ചായക്ക് ഇറച്ചി പൊറാട്ടി കഴിക്കാലോ. അപ്പൊ ഒരറിത്താത്ത ഇരിക്കും ഇനി ചായ അടിച്ചിട്ട് പോവാട്ടാറിന്. അപ്പൊ ഞങ്ങൾക്ക് ജാതിയായി ചായ അടിച്ച് പോന്ന അവർക്ക് പറഞ്ഞ ചോറ് വെച്ചിട്ട് പോവാന്നുള്ളത്. അപ്പൊ ഉമ്മ പറഞ്ഞു ഇപ്പൊ അവിടെ പോയിട്ട് തീർത്തിയൊന്നുമില്ല, ഞാനിപ്പോ വൈകുന്നേരം പോണോളൂന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ട്. അപ്പം ഞാൻ മഴ ഇന്ന് എന്തായാലും ഇറച്ചി പൊറാട്ടയും കൊണ്ടുവരും. അങ്ങനെ ഒരു 2 കുറി പോയിട്ട് ഒരുക്കി എടുത്തിക്കണ് താപ്പാൻ്റെ ഉള്ളവർക്ക്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് താത്താ ഇതാ അങ്ങ് കപ്പൂളല്ല ഇഷ്ടല്ലേ എന്നിട്ട് എന്നോട് പറയാൻ കപ്പൂള പിഞ്ഞി കൊടുന്നു തന്നില്ലേ ഞങ്ങൾക്ക് കപ്പൂള ഇപ്പൊക്കെ ഇഷ്ടല്ല, അമ്മക്കല്ല ഇഷ്ടമാണ്. അമ്മ തിന്ന് മത്തിക്കൂട്ടാനും ഉണ്ട്. ഇന്നലത്തെ മത്തിക്കൂട്ടാനാണ്, മീൻ മേടിക്കാനൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് മോനെ എന്ന് വിചാരിച്ചു ഉച്ചക്ക് ബിരിയാണി വെച്ചോളൂ ഉണ്ടാവും വിചാരിച്ച്. മീൻ മേടിക്കാൻ ആരും പോയിട്ടില്ല. എന്നിട്ട് അറിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ, നിങ്ങള് ഇടക്കും തലക്കും വരുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ തരികയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇനിയിപ്പോ നിക്കണില്ല, ചോറൊന്നും വയ്ക്കാൻ നിക്കണില്ല. അപ്പൊ ഞാൻ പറയും എന്നാ ചോറ് വെച്ച് പോലെ. അപ്പൊ എന്നോട് മുണ്ടാതിന്നടാ എനിക്ക് നന്നായിട്ട് അമ്മക്ക് തിന്നാലോ പറഞ്ഞു. അങ്ങനെ അമ്മക്ക് ദേഷ്യം പഠിച്ച് ഞങ്ങൾക്ക് ദേഷ്യം പഠിച്ചത് ഞങ്ങളോട് പോകുന്നു. ഒരു അന്മാര 2 പാത്രം ഒരു 2 തരം എന്താണ് സത്യ വളമ്പിയാണ് കണ്ടില്ലേ. മറ്റേ മുഖ്യാതാൻ്റെയോട് മുത്തുമാൻ്റെ ഉള്ളവരും കുറച്ച് കച്ചിങ്ങിൽ ഒക്കെ പൈസ ഒക്കെ ഉള്ളവരല്ലേ, ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ടവരല്ലേ. അപ്പൊ അമ്മ അറിയാം അത് അങ്ങനെ തന്നെയാണ് കുഞ്ഞാപ്പോ. ഈരുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും, ചീർപ്പുണ്ടാവും, ഇല്ലെങ്കിൽ ചീർപ്പുണ്ടാവൂല. ചെലപ്പോ അങ്ങനെ ആവില്ല, ചെലപ്പോ ഇറച്ചി പൊറാട്ടയും കൊടുത്തിക്കണ് ഞങ്ങൾക്ക് തന്നിട്ടില്ല, നാരങ്ങളെ കളിക്കാൻ നിട്ടോളൂ. ഒരു ഒക്കെ പോയപ്പോ ഉണ്ട് അത്ര അമ്മായിന്റെ ചെക്ക നിക്കീ പറഞ്ഞിട്ട് ഇറച്ചി പൊറാട്ടയും കൊടുത്ത്. കാരണം ഒരു കൊണ്ട് വന്നതല്ലേ, അവരൊക്കെ ഗൾഫിലല്ലേ ഇരുന്ന്. റുക്യാത്താന്റെ മാപ്പിള ഗൾഫിലല്ലേ ഇന്ന്, റുക്യാത്തയൊക്കെ വന്നില്ലേ. അപ്പൊ
അപ്പൊ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ശരി അങ്ങനെ. ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പോലെയല്ലേ. എന്റെ അമ്മ നല്ല തന്നെ, നല്ല ഇടയ്ക്ക് എന്റെ അമ്മ വയലാവ് ആയിട്ടോ കൂടുതലാണ് എല്ലാരും പറയുന്നത്. അല്ലേ? എല്ലാരും പറയണ്ട. ആ അത് പോട്ടെ, തള്ളാരല്ലേ. ആ പ്രദേശം പോയി ഇറച്ചും പൊറാട്ടി തിന്നാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ പജിക്ക് പുല്ല് അറിയാട്ടെ, വള്ളി ആ ഫീലിങ്ങിൽ വന്നിട്ട് പുല്ല് പറിക്കാവൂലേ? ആ എന്താണ് അല്ല ടെൻഷനായി വന്നിട്ട്. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇല്ലല്ലേ? ആ എന്നായിക്കോട്ടെ, നടക്കട്ടെ. എന്നായിക്കോട്ടെ, ഞാൻ വള്ളിപ്പൂലൊക്കെ ആ എന്നായിക്കോട്ടെ.